ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തിരുച്ചെന്തൂരിൽ നിന്ന് തിരികെ വരുന്ന വഴിയിൽ മണപ്പാട് എന്ന് പറഞ്ഞൊരു ബീച്ച് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ്. അവിടെ ഒരു പള്ളിയുണ്ട് മണപ്പാട്. നമുക്ക് ആ പള്ളിയും പള്ളിയുടെ ചുറ്റുപാടും എല്ലാം കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡും കടലും നടുക്കൂടെയാണ് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്. രണ്ട് സൈഡും കടലാണ് കേട്ടോ. നടുക്കൂടെയാണ് ഈ റോഡ് കയറി ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഈ റോഡ് പോകുന്നത്. അവിടെയാണ് ഈ ഒരു പള്ളി ഇരിക്കുന്നത്. അതായത് ഹോളി ക്രോസ് ചർച്ച് മണപ്പാട്, അതാണ് ആ പള്ളിയുടെ നാമം. നമ്മളിങ്ങനെ ഒരുപാട് കയറിപ്പോകണം കേട്ടോ. കയറിപ്പോയാലേ നമുക്ക് ഈ പള്ളിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഈ പള്ളിയിലേക്ക് വന്ന സമയത്ത് അവിടെ വിശുദ്ധ കുരിശിൻ്റെ ഉയർച്ചയുടെ പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് അവിടെ നിന്നുള്ള ഒരു കടലിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. കാരണം 3 സ്ഥലവും കടലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയുടെ പുറകുവശവും 2 വശവും പള്ളി നടുക്കായിട്ടാണ്, ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ പള്ളി ഇരിക്കുന്നത്. 1540 ഒരു പോർച്ചുഗീസ് വ്യാപാര കപ്പൽ കിഴക്കോട്ടുള്ള യാത്രാമധ്യേ ഗുഡ് ഹോപ്പ് മുനമ്പിൽ ചുറ്റിത്തിരിയുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട് അതിൻ്റെ പായകൾ പിളരുകയും കൊടിമരം ഒടിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് കഥകൾ പറയുന്നത്. വിശുദ്ധ കുരിശിൻ്റെ ആരാധനയിൽ അർപ്പിതനായ ക്യാപ്റ്റൻ കപ്പലിൻ്റെ സുരക്ഷ ക്രിസ്തുവിനെ ഏൽപ്പിക്കുകയും പിളർന്ന കൊടിമരത്തിൻ്റെ ഒരു ഭാഗം കുരിശ് നിർമ്മിക്കാമെന്ന് അത് സുരക്ഷിതമായി കരയിൽ നട്ടുപിടിപ്പിക്കുമെന്നും അദ്ദേഹം നേർച്ച നേർന്നു. ആ നേർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഈ ഒരു കുരിശ്. യാദൃച്ഛികമെന്നോണം ഈ കപ്പൽ ഒരുപാട് ദിവസം കടലിൽ ഒഴുകി നടന്ന ശേഷമാണ് കുലശേഖര പട്ടണം എന്നുള്ള തുറമുഖത്തേക്ക് അടുക്കുന്നത്. അതിനുശേഷമാണ് ഈ കുരിശ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ പള്ളിയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞൊരു അപാര ഭംഗി തന്നെയാണ് കേട്ടോ. കാരണം ആ നല്ല ആകാശത്തിൻ്റെയും പള്ളിയുടെയൊക്കെ ഒരു വ്യൂ ശരിക്കും വളരെ ഭംഗി. അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അതിൻ്റെ ഫീല് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാറ്റെന്ന് പറയാൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് അവിടെ നിന്ന് ഒന്നും പറയാൻ കഴിയത്തില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തുമില്ല. അത്രയ്ക്ക് കാറ്റാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ അവിടെ വന്നപ്പോൾ ആ ഒരു കൊടിമരം നാട്ടിയിരിക്കുന്നതാണ്. വിശുദ്ധ കുരിശിൻ്റെ ഉയർച്ചയുടെ പെരുന്നാൾ അന്നായിരുന്നു, ഞങ്ങൾ പോയ ദിവസമായിരുന്നു. അതിനു വേണ്ടിയുള്ള ആ കൊടിമരമാണ് ഇവിടെ നാട്ടിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ കൊടിയുടെ ഒരു കാറ്റ് തന്നെ കാറ്റടിച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഇത് നമ്മൾ ആ പള്ളിയുടെ പരിസരത്തു നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ, ആ കടലിലേക്ക്. കാരണം 2 സൈഡിലും കടലുണ്ട്, പുറകുവശവും കടൽ, അങ്ങനെ 3 ഭാഗത്തും കടലാണ് ആ പള്ളിയുടെ. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. കാരണം അവിടെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലം കൂടെയാണ് ഈ മണപ്പാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. പിന്നെ ഈ പരിസരത്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീതാനെ എൻ പൊൻവസം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഈ പള്ളിയുടെ ഈ പരിസരത്താണ്. പിന്നെ മണിരത്നത്തിൻ്റെ കടൽ എന്ന് പറഞ്ഞ സിനിമയുടെ കുറച്ച് ഭാഗം ചിത്രീകരിച്ചതും ഈ മണപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഈ പള്ളി ആ പരിസരത്താണ്. അതുകൂടാതെ തന്നെ നമ്മുടെ സിംഗൺ 2 സൂര്യയുടെ ആ ഒരു മൂവി ചിത്രീകരിച്ചതും ഈ ഭാഗത്താണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ച ഈ ഒരു കടലിൻ്റെ ഭാഗത്താണ്. ഇത് ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മണപ്പാട് പള്ളിയും ആ പരിസരവുമെല്ലാം. ഈ പള്ളിയെ ചെറിയ ജെറുസലേം എന്ന് പരാമർശിക്കുന്നുണ്ട് കേട്ടോ. ലിയോ 13 മാർപ്പാപ്പ തൻ്റെ ഒരു രചനയിലാണ് മണപ്പാടിനെ ചെറിയ ജെറുസലേം എന്ന് വിളിക്കുന്നത്. അതായത് ഏപ്രിൽ 5, 1889 കേട്ടോ. ഇത് ആ കടലിൻ്റെ ആ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ആ പള്ളിയുടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കാറ്റിന് കൈ കഴിക്കുമോ എന്ന് തോന്നിപ്പോവും, അത്രയ്ക്ക് കാറ്റാണ്. കാരണം നമ്മളെ തന്നെ കാറ്റ് മറിച്ചു കൊണ്ടുപോകുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ പള്ളിയുടെ അകമാണ് കേട്ടോ. ഇത് പള്ളിയുടെ മുൻവശമാണ്. ഇതുവഴിയാണ് നമ്മൾ ചർച്ചിലേക്കുള്ള പ്രവേശനം. അത് 2 സൈഡിലൂടെയും. കാരണം ഇവിടെ ആരും ചെയർ, ഫാന് അങ്ങനെയൊന്നും പള്ളിക്കകത്തില്ല. അത് ഞാൻ അകത്ത് കയറിയപ്പോൾ കാണിച്ചു തരാം. കാരണം അത്രയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണത്. നമ്മൾ കസാരയിൽ നിന്ന് എണീറ്റാൽ തന്നെ കസാര പറന്നു പോകുന്നൊരു ഫീലാണ് അവിടെ. ഇതാണ് ആ പള്ളിക്കകം. എങ്ങനെയുണ്ട് പള്ളിയുടെ അകമൊക്കെ? അടിപൊളിയല്ലേ?
ഈ മണപ്പാട് ഹോളി ക്രോസ് ചർച്ചിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.